మురళాలించెను తన మహాదయను నను గణించెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. తన మహాదయను నను గణించెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిచెను. വളരെ ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രയർ ഡാൻസ്. ഇങ്ങനെ ഒരു ഡാൻസ് നമുക്ക് ഒരു നൃത്തം ഒരു കൊള്ളാവുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നടക്കില്ല. അതിന് ഉറപ്പായിട്ടും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നിയതി മിസ്സിനോടാണ്. നിയതി മിസ് പ്ലസ് ടുവിലെ സയൻസിലെ ഏതാനും കുട്ടികളെ ചേർത്ത് പിടിച്ച് ഇന്നലെ ഡാൻസ് പരിശീലിച്ച് അതിഗംഭീരമായി അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരിക്കൽ കൂടി അത് കളിക്കാൻ ഒരു മനസ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ അത്രമാത്രം ഗംഭീരമായിട്ടുണ്ട്. ആദ്യം തന്നെ അവരെ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം എല്ലാവർക്കും. കാരണം അതുല്യ കലാകാരികൾ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോഴാണ്, കലാകാരന്മാർ വരുമ്പോഴാണ് പഠനങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഈ കലാലയം വളരുക, ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുക.
നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ തൊട്ട് താഴത്തെ പോർട്ടിക്കോയിൽ മനോഹരമായ ഒരു ക്രിബ് നമ്മളത് മറ്റൊരു ഭാഗത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഒപ്പം എന്നാണ്. ഹൈസ്കൂളിലെ രജിസാറിൻ്റെ നേതൃത്വത്തിൽ അത് സെറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. ഒപ്പം വാസ്തവത്തിൽ എല്ലാവരും തിരിച്ചറിയേണ്ടത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ ആരോ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. അതാണ് ക്രിസ്മസ്. ഈ ഒരേ ഒരു വാചകം മാത്രമാണ് എനിക്ക് ആമുഖമായി പറയേണ്ടത്. മറ്റ് സന്ദേശങ്ങൾ സാറ് നൽകുന്നതാണ്. നമ്മുടെ ഈ ദിവസത്തിൽ നമ്മുടെ മുഖ്യാതിഥിയായി ഞാൻ ആലോചിച്ച് നോക്കി ആരെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന വ്യക്തി ബിജോയ് സാറിൻ്റെയാണ്. അതിന് കാരണം അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏറ്റവും ആദ്യം ഹയർ സെക്കൻഡറി വന്ന സ്കൂളാണ് കോടഞ്ചേരി. ഈ പ്രദേശത്തെ മലയോര മേഖലയിലെ അതിപ്രധാനപ്പെട്ട ഒരു കലാലയമാണ്. അവിടെ അദ്ദേഹം പ്രിൻസിപ്പളാണ്, മേലധികാരിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം വ്യക്തിപരമായി നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളുമായി അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ പേരൻ്റാണെന്ന് പറഞ്ഞു. +2 പഠിക്കുന്ന ഹ്യൂമാനിറ്റീസിലെ അഗൻറ്റ് വിജോയിയുടെ പിതാവാണ്. അതുപോലെ തന്നെ അഗൻറ്റിൻ്റെ സഹോദരിയും ഇവിടെ പഠിച്ചു പോയതാണ്. അവരുടെ കുടുംബത്തിലെ മറ്റുള്ള ബാബു സാർ നേരെ ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ മക്കളോട് പഠിച്ചതാണ്. അങ്ങനെ നമ്മുടെ സ്ഥാപനവുമായി ഒരു അഭേദ്യ ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും നല്ല വ്യക്തി വാസ്തവത്തിൽ ക്രിസ്മസ് സൗഹൃദത്തിൻ്റെയാണ്. ഈ ഒരു സൗഹൃദം നമ്മുടെ ഈ സമീപത്തുള്ള എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഒരു ഒറ്റയ്ക്ക് നിലനിൽക്കുന്നില്ല. നമ്മളെല്ലാം പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു ദിവസത്തിൽ വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തത്തിൻ്റെ ഇടയിൽ വിളിച്ച് ഉടനെ തന്നെ നമ്മുടെ കലാലയത്തിലേക്ക് വരികയും കൃത്യസമയത്ത് അത് എത്തിച്ചേരുകയും നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും മനോഹരമായ ഒരു സന്ദേശം നൽകുവാൻ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ബിജോയ് സാറിനെ വളരെ സ്നേഹപുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം 1 മണിക്കൂർ മാത്രമേ ഉള്ളതുകൊണ്ട് മറ്റ് ഔപചാരികമായ കാര്യങ്ങളൊന്നുമില്ലാതെ പ്രിയപ്പെട്ട ബിനേഷത്തിനെയും ജിഷാമിസിനെയും സ്റ്റാഫ് സെക്രട്ടറി ജിജോൾ സാറിനെയും പ്രിയപ്പെട്ട എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും, പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് +2 വിദ്യാർത്ഥികൾ വാസ്തവത്തിൽ ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. 1 മണിക്കൂറിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഇവിടെ എത്തുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല എന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാകും. ഞാൻ അല്പം കൂടി ഒരു കർക്കശമാക്കിയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങൾ തന്നെയാണ്. എങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടി +2 വിദ്യാർത്ഥികൾ വീട്ടിൽ പോയ ശേഷം മടങ്ങി വന്നതാണ്. അവരെ പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുകയും നന്ദിയോടെ അവരെ ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ +1 വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വേഗത്തിൽ നമ്മുടെ ഈ 1 മണിക്കൂർ പ്രോഗ്രാം, അത് കഴിഞ്ഞ് ഫോട്ടോ സെഷൻ, അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോകുന്നു. എല്ലാവർക്കും സ്നേഹപുരസ്സരം ക്രിസ്മസിൻ്റെ നവവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ കുട്ടികളെ, ആദ്യമായി തന്നെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായിയുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ഇതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഇതിനോട് ബന്ധമുള്ളതാണ്. ഞാൻ 10-22 വർഷമായി കോടഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടെങ്കിലും എൻ്റെ ചേട്ടൻ്റെ കുട്ടികളും എൻ്റെ മൂത്ത കുട്ടിയും ഇപ്പോഴത്തെ ഒരു കുട്ടിയും ഇവിടെയാണ് പഠിച്ചതും. 10ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ എൻ്റെ ഹെഡ്മാസ്റ്ററായിരിക്കുമ്പോൾ കോടഞ്ചേരി സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഈ സ്കൂളിൽ നടത്തുന്ന ആഘോഷങ്ങളോടൊക്കെ എനിക്ക് വലിയ താല്പര്യം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് CBHN ഒരാഘോഷങ്ങളും മുടക്കാറില്ല, ഭംഗി കുറയ്ക്കാറുമില്ല. ഇതൊക്കെ നേരിട്ടും വാട്സപ്പിലൂടെയൊക്കെ ഞാൻ കാണലുമുണ്ട്. നിങ്ങളുടെ ഇവിടെ നടക്കുന്ന ഏത് ആഘോഷങ്ങളായാലും സാധാരണ അച്ഛൻ വിളിക്കാറ് സിനിമ സെലിബ്രിറ്റികളെയോ
സ്റ്റാർ സിംഗേഴ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും VIP-കളെയൊക്കെയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം ഒരു പാവപ്പെട്ട അടുത്ത സ്കൂളിലെ ഒരു പ്രിൻസിപ്പാളെ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോയി. ഒരുപക്ഷെ അച്ഛനുമായിട്ടുള്ള സൗഹൃദം കൊണ്ടായിരിക്കാം. ഏതായാലും അച്ഛനും അച്ഛനോട് ആരെങ്കിലും പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുമൊക്കെ ഒത്തിരി നന്ദി ആദ്യമേ തന്നെ പറയുകയാണ്. ഇനി നിങ്ങൾക്ക് ക്രിസ്മസിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകളുണ്ടാവും. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിലല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ധാരാളം മധുരമായ നല്ല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ആദ്യം നമ്മുടെ വീടിൻ്റെ അവസ്ഥ. സ്റ്റാറുകൾ തൂക്കുന്നു, ആഘോഷമായി പള്ളിയിൽ പോക്ക്, അന്നത്തെ ആഘോഷങ്ങൾ. അങ്ങനെ വിദ്യാലയത്തിലാണെങ്കിലോ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, ചില സ്ഥലത്ത് ക്രിസ്മസ് ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ധാരാളം. ഇനി പ്രകൃതിയിലേക്ക് നോക്കിയാലോ, അതും ഒരു മനസ്സിന് കുളിർമ നൽകുന്ന അന്തരീക്ഷം. നല്ല കുളിർമയുള്ള രാവും പകലും, മഞ്ഞ് പൊതിയുന്ന നല്ല മനോഹരമായ പ്രകൃതി, എവിടെയും മഞ്ഞ് തൂയിക്കിടക്കുന്ന കുളിർമയുള്ള, മനസ്സിനെയും ശരീരത്തെയും ഒക്കെ കുളിർമയുള്ള ഒരു കാലഘട്ടം അല്ലേ. ഈ മഞ്ഞ് നമുക്കെപ്പോഴും വളരെ കൗതുകകരമാണ്, രസകരമാണ്. ക്രിസ്മസിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഈ മഞ്ഞുണ്ടായതിനെക്കുറിച്ചും ഒരു ചെറിയ കഥ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു നേഴ്സറി കഥയാണ്. പക്ഷെ കഥ നേഴ്സറി കഥയാണെങ്കിലും നമ്മൾ എത്ര വലുതായാലും നമുക്കിഷ്ടം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥയും ആമയും മുയലും തമ്മിലുള്ള കഥയുമൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, ക്രിസ്മസ് കാലമായാൽ സമ്മാനങ്ങളുടെ കാലഘട്ടമാണ്. ഈ സമ്മാനം കൊണ്ടുവന്ന് തരുന്നതെല്ലാം ക്രിസ്മസ് പപ്പയാണെന്നാണ് ഞങ്ങളുടെ സങ്കല്പം അല്ലേ. ക്രിസ്മസ് പപ്പയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ക്രിസ്മസ് പപ്പ കുട്ടികൾക്ക് വീട് തോറും ക്രിസ്മസ് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയായിരുന്നു. ക്രിസ്മസ് അടുത്തു വരുന്നു, ക്രിസ്മസ് പപ്പ സമ്മാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മടുത്തപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആകാശത്തിലൂടെ മനോഹരമായി എന്തോ ഒരു വെളുത്ത സാധനം ഇങ്ങനെ നീങ്ങുന്നു. അപ്പോൾ ആ വെളുത്ത സാധനം കണ്ടപ്പോൾ ഇത് മേഘമല്ലെന്ന് ക്രിസ്മസ് പപ്പയ്ക്ക് മനസ്സിലായി. അപ്പോൾ കൂട്ടുകാരനുണ്ട് ഹോളിയെ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ഈ ആകാശത്തിലൂടെ പോകുന്നത്? അപ്പം ഹോളിക്കും മനസ്സിലായില്ല. ഇവരിങ്ങനെ കൗതുകത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അത് പറന്നു പോകുന്ന വെളുത്ത ഒരു അരയന്നമായിരുന്നു. അരയന്നം ചിന്തിച്ച്, ഈ പപ്പയും ഇതുപോലെയുള്ള വേഷമൊക്കെ ഇട്ട ആൾ എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത്. ആ അരയന്നം ഉടനെ പറന്ന് ക്രിസ്മസ് പപ്പയുടെ അടുത്തേക്ക് വന്നു. ക്രിസ്മസ് പപ്പയ്ക്ക് കാര്യം മനസ്സിലായില്ല. അവരിതിനോട് ചോദിച്ചു, നീ ആരാ? പപ്പ പറഞ്ഞു, ഞാനാണ് അരയന്നം. നിനക്കെങ്ങനെ ഈ വെളുപ്പ് കിട്ടിയത്? അതൊക്കെ പറയാം, ഞാനിനി പോകുന്നില്ല, ഞാനിനി പപ്പയുടെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ക്രിസ്മസ് പപ്പ പറഞ്ഞ്, അത് ശരിയാവൂല, നീ പൊക്കോ, നീ പറന്ന് നടന്നോ. പോകുന്നില്ല എന്ന് വാശി പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ ക്രിസ്മസ് പപ്പ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങളെ സഹായിച്ചോ, ഞങ്ങൾ ഈ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകണം, നീ ഞങ്ങളുടെ കൂടെ നിന്നോ, ആദ്യം നീ ചെന്ന് സഹായിക്കേണ്ടത് അടുക്കളയെ സഹായിക്കും, വല്ല വിശക്കുന്നതിനും സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ അരയന്നം അടുക്കളയിലേക്ക് പോയി അവിടെ എല്ലാം സഹായിച്ചു. പുറത്തിറങ്ങി വന്നപ്പം ക്രിസ്മസ് പപ്പയ്ക്ക് ഈ അരയന്നത്തെ കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം എന്താ? മുഴുവൻ കരി പിടിച്ച് പുകയും പിടിച്ച് ഇതിൻ്റെ വെളുപ്പെല്ലാം അങ്ങ് പോയി. അപ്പം ക്രിസ്മസ് പപ്പ പറഞ്ഞേ, ഈ പരിപാടി നിനക്ക് പറ്റൂല, നീ അടുക്കളയിൽ ഇനി കയറുകയേ വേണ്ട അല്ലേ, മുഴുവൻ കരിയും ചെളിയും, നീ വേറെ എന്തിനേലും സഹായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അരയന്നം എന്ത് ചെയ്തു? അരയന്നം പിന്നെ ഈ പപ്പ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ക്രിസ്മസ് സമ്മാനങ്ങളിലെല്ലാം പെയിൻ്റ് അടിക്കാൻ കൂടി. അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഇതിൻ്റെ ദേഹം മുഴുവൻ, വെളുത്ത ദേഹം മുഴുവൻ പല വർണ്ണങ്ങളായിട്ട് മാറി. അപ്പോഴും പപ്പ പറഞ്ഞു, ഈ പണി നിനക്ക് പറ്റൂല, നീ വേറെ എന്തെങ്കിലും സഹായിച്ചാൽ മതി, നീ ഒരു കാര്യം ചെയ്തോ, നീ ആകാശത്തിലൂടെ തന്നെ പറന്നു നടന്നോ, നീ പറക്കുമ്പോൾ നിൻ്റെ ചിറകിൽ നിന്നും
മഞ്ഞുതുള്ളികൾ ഇങ്ങനെ, മഞ്ഞ് കണങ്ങൾ ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴട്ടെ, അങ്ങനെ നീ ഭൂമിയെ കുളിരണിയിക്കുക. അങ്ങനെ ക്രിസ്മസ് പപ്പ അനുഗ്രഹിച്ചു. അരയന്നം പറന്നുപോയി. അങ്ങനെ ഈ അരയന്നം ലോകത്തും കൂടെ പറന്നു നടക്കുമ്പോഴാണ് ഈ മഞ്ഞുതുള്ളികൾ ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരു മഞ്ഞുതുള്ളികൾ പെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ. പക്ഷേ ഇന്ന് നോക്കിക്കേ, ഇന്ന് നമ്മുടെ നാട്ടിൽ തണുപ്പുണ്ട് ഇല്ലേ? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ മഞ്ഞുതുള്ളികൾ കാണുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇലത്തുമ്പിലേക്കും പുല്ലിൻ്റെ തുമ്പിലേക്കും ഒക്കെ നോക്കുമ്പം മനോഹരമായ വെളുത്ത പഞ്ഞി പോലുള്ള ഇത് കാണാമായിരുന്നു, മഞ്ഞുതുള്ളികൾ കാണാമായിരുന്നു. പക്ഷെ ഇന്നതില്ല. അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഈ അരയന്നം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല, അതുകൊണ്ടായിരിക്കും എന്നാണ്. കാരണം അരയന്നം ഒരിക്കൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് വിചാരിച്ച് ഇവിടെ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പം ഇങ്ങനെ പറന്നു വരുമ്പോൾ ഉണ്ട് നമ്മുടെ ആലപ്പുഴ കായലിലൊക്കെ ഇഷ്ടംപോലെ അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി നടക്കുന്നു. ഒന്ന് നീന്തിയേക്കാന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. കയറിയപ്പോൾ എന്ത് ചെയ്തു? മുഴുവൻ കറുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ കായലിൻ്റെയും തോടിൻ്റെ അവസ്ഥ. പിന്നെ അരയന്നം ഇങ്ങ് വരുമോ? പിന്നെ ചിലപ്പോൾ അരയന്നം വന്നത് നമ്മുടെ ഈ കൂടത്തായി പുഴയുടെ അടിയിലായിരിക്കും. അവിടുന്ന് കുളിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വെളുത്ത അരയന്നം കറുത്തതായി പോകും അല്ലേ ആ വെള്ളം കണ്ടാൽ. എനിക്ക് തോന്നുന്നു എന്നിട്ട് പിന്നെ അരയന്നം ഇങ്ങ് വരുമോ? എന്നാലും പോകട്ടെ, നീ കുളിക്കുന്നൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ അരയന്നം ഇവിടെ ചെന്നു. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ ആ വലിയ ഗ്രൗണ്ടിലായിരിക്കും വന്നിറങ്ങിയത്. കോടഞ്ചേരിയിൽ 6 ഏക്കർ ഗ്രൗണ്ടുണ്ട്, വെറുതെ കിടക്കുക. അവിടെ വന്ന് ഇറങ്ങിയതേ അരയന്നത്തിന് ഓർമ്മയുള്ളൂ. ഒരു 19 പട്ടികൾ വന്ന് അതിനെ ഓടിച്ച് അത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ആ ഓഫീസിൽ നിന്ന് ആ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കും. അവിടെ കൂടുതൽ നേരം കളിക്കുന്നത് പട്ടികളാണോ കുട്ടികളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. ഇങ്ങനെയുള്ള നാട്ടിലേക്ക് പിന്നെ അരയന്നം വരുമോ? അപ്പോൾ ഈ മഞ്ഞിൻ്റെ കഥ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കിതൊക്കെ വന്നത്. ക്രിസ്മസിൻ്റെ ഈ മഞ്ഞ് കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പിറക്കാൻ പോയത് മഞ്ഞുകാലത്താണ് അല്ലേ? ബെത്ലഹേമിലേക്ക് പിറക്കാൻ പോകുന്ന അവിടെ മഞ്ഞ് കുളിര് കൊണ്ട് നടക്കാൻ പറ്റൂല. അതിന് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ട ഒരു പാട്ടുണ്ട്. മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലർനിര തിളങ്ങുന്ന ബെത്ലഹേമിൽ. ഇത് സിബിയച്ചൻ്റെ പാട്ടിൻ്റെ അത്രയും നോക്കൂല കേട്ടോ. സിബിയച്ചനോട് വല്ല കരോക്കിയൊക്കെ ഇട്ട് പാടാൻ പറഞ്ഞാൽ നല്ല ഈണത്തിൽ പാടും. മഞ്ഞ് പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബെത്ലഹേമിലേക്കാണ് ഈ യൗസേപ്പിതാവ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. മറിയം യൗസേപ്പിതാവ് അവിടെ ചെല്ലുന്നു. പക്ഷെ എന്തിനാണ് അവിടെ പോയതെന്നും എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ സത്രത്തിലൊന്നും സ്ഥലം കിട്ടാത്തതെന്നൊക്കെ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും അല്ലേ? മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷമൊക്കെ അറിയാവുന്ന കുട്ടികളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ബൈബിൾ ആർക്കും വായിക്കാം കേട്ടോ. എൻ്റെ വീട്ടിൽ എനിക്ക് ഖുറാനുമുണ്ട്, രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, ബൈബിളുമുണ്ട്. മലയാള അധ്യാപകനായ ഞാൻ റെഫറൻസിന് വേണ്ടി വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഏത് മതക്കാർക്കും ബൈബിൾ വായിച്ച് നോക്കാം. സുന്ദരമായ ആ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ യൗസേപ്പിതാവ് ഒരു നിറവയറുള്ള മാതാവിനെയും കൂട്ടി അരവയറുള്ള കഴുതയുടെ പുറത്ത് ഇങ്ങനെ ബെത്ലഹേമിലേക്ക് പോവുകയാണ്. പ്രസവിക്കാൻ നേരമായി. എവിടെയെങ്കിലും കിടന്നു വേണ്ട പ്രസവിക്കാൻ അല്ലേ? എല്ലാ വാതിലും ചെന്ന് മുട്ടി നോക്കി. സത്രം എന്ന് പറഞ്ഞാൽ അറിയാവോ? ആ വാക്ക് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിപ്പം ലോഡ്ജ് എന്ന് ഓർത്താൽ മതി, താമസിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. സത്രത്തിൻ്റെ ഓരോ വാതിലും ചെന്ന് മുട്ടി നോക്കി. പക്ഷെ ആരും സ്ഥലം കൊടുത്തില്ല. ഈ കഴുതപ്പുറത്ത് വരുന്ന ഈ നിറവേറുള്ള സ്ത്രീക്ക് സ്ഥലം കൊടുത്താൽ എങ്ങനെയാണെന്ന് ചിന്തിച്ച് അവരെല്ലാം ആട്ടിപ്പായിച്ചു. അത് മുമ്പേ നമ്മൾ പാടിയ ആ പാട്ടില്ലേ, അതിൻ്റെ അടുത്ത വരി ഇങ്ങനെയാണ് അല്ലേ? ഈ ലോകനാഥന് ഇടം തരില്ലേ? അതായത് യേശുപിതാവ് ചോദിക്കുകയാണ്, പ്രപഞ്ച സൃഷ്ടാവിന് ജനിക്കാൻ ഈ സ്ഥലത്തൊന്ന്, ഈ ഭൂമിയിലൊന്നും സ്ഥലമില്ലേ? അപ്പോൾ യേശുപിതാവും മാതാവും ഓരോ സത്രത്തിൻ്റെ വാതിലും മുട്ടി നോക്കിയിട്ട് സ്ഥലം കിട്ടുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ആ പാട്ടിൻ്റെ ശേഷം അകമേയിടമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ കാലിത്തൊഴുത്തൊന്ന ഭയമായി മുന്നിൽ
എല്ലാ സത്രത്തിൻ്റെയും വാതിലൊക്കെ മുട്ടി നോക്കി, ഒരു രക്ഷയില്ല, എല്ലായിടത്തും ആട്ടിപ്പായിച്ചു. അപ്പം പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ നടന്ന് ചെല്ലുമ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയ്ക്കിൽ കുറേ ആടുണ്ട്, കുറേ ആട്ടിടയന്മാരുമുണ്ട്. അവിടെ കയറി പുല്ലുകൊണ്ടൊക്കെ ഒരു മെത്തയുണ്ടാക്കി മാതാവ് അവിടെയാണ് യേശുവിനെ, ഉണ്ണീശോയെ പ്രസവിച്ചത്. ഇവിടെ പുൽക്കൂട്ടിൽ പിറക്കുന്ന കാരണം എന്താണ്? ഒരു പ്രപഞ്ച സൃഷ്ടാവ്, ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് എന്തുകൊണ്ടൊരു പുൽക്കൂട്ടിൽ ആട്ടിടയന്മാരുടെ അടുത്ത് ചാണകം മണക്കുന്ന ആ തറയിൽ പ്രസവിച്ചു? ഒരുപാട് ചിന്തകൾ അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇവിടെ സാക്ഷാൽ ദൈവത്തിന് പിറക്കുന്നതിന് വേണ്ടിയാണ് ഓരോ സത്രത്തിൻ്റെയും മുമ്പിൽ ചെന്ന് മുട്ടി ചോദിച്ചത്, ഒരല്പം സ്ഥലം തരുമോ എന്ന്. ഇവിടെ ഈ സത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാക്കിയെടുക്കുക. നമ്മുടെ ഹൃദയമാകുന്ന ഈ സത്രത്തിൻ്റെ വാതിലിൽ വന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, മകനെ, എനിക്ക് പിറക്കാൻ, ഈ ലോകനാഥന് പിറക്കാൻ നിൻ്റെ ഹൃദയത്തിൽ അല്പം സ്ഥലം തരാമോ? നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? എൻ്റെ ഹൃദയത്തിൽ ആകപ്പാടെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അവിടെ ഞാനിപ്പം ഒരുപാട് പേർക്ക് കൊടുത്തു കഴിഞ്ഞു. മെസ്സിക്ക് കൊടുത്തു, റൊണാൾഡോയ്ക്ക് കൊടുത്തു, മോഹൻലാലിന് കൊടുത്തു, മമ്മൂട്ടിക്ക് കൊടുത്തു. ഇനി അഥവാ ഇച്ചിരി എങ്ങാനും സ്ഥലമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സഞ്ജു സാംസണും കൊടുക്കണം. പിന്നെ ആരാ? നമ്മുടെ കല്യാണി ചേച്ചിക്ക് കൂടെ ഇച്ചിരി കൊടുത്താലുണ്ടെന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊന്നും സ്ഥലം തരാനൊന്നും ഇനി ഇല്ലെന്ന് പറയും. കല്യാണി പ്രിയദർശനില്ലേ, ഇപ്പോൾ ഏറ്റവും പുതിയ നടിയല്ലേ. അതായത് എൻ്റെ ഹൃദയത്തിലല്ലാതെ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും പൊക്കോളാനേ പറയുള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദൈവം നമ്മുടെ മനസ്സാക്ഷിയാകുന്ന സ്വരത്തിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ പിറക്കാൻ എനിക്ക് ഒരിച്ചിരി ഇടം തരുമോ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ പ്രപഞ്ച സൃഷ്ടാവിന് ഇതാ എൻ്റെ ഹൃദയം ഞാൻ തന്നിരിക്കുന്നു, നിങ്ങളിവിടെ പിറന്നുകൊള്ളൂ. ദൈവം മനസ്സിൽ പിറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്മ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ദൈവം ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് നന്മ മാത്രമേ ആലോചിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ നന്നായി. അത് നമ്മൾ ഏത് രൂപത്തിൽ വിളിക്കുന്ന ദൈവമായിക്കോട്ടെ, കൃഷ്ണ എന്നാണെങ്കിലും ക്രിസ്തു എന്നാണെങ്കിലും അള്ളാ എന്നാണെങ്കിലും, ആ പ്രപഞ്ചശക്തിയെ നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരായി. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് ഇവിടെ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൻ്റെ കവാടങ്ങൾ ദൈവത്തിൻ്റെ പിറവിക്കായി തുറന്നിടുക. എങ്കിൽ നമ്മൾ നല്ല മനുഷ്യരായി തീർന്നു. ഇനി അടുത്തത്, അച്ഛനെ എനിക്ക് 10 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്, 10 മിനിറ്റ് ആയെന്ന് ഞാൻ നോക്കിയില്ല. അടുത്തതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസ് സമ്മാനങ്ങളെക്കുറിച്ചാണ്. യേശു പുൽക്കൂട്ടിൽ പിറന്നു. ആര് സമ്മാനം കൊടുക്കാനാ? ആകെ ആട്ടിടയന്മാരുടെ ഒരു ഒച്ചപ്പാടും ആടുകളുടെ കരച്ചിലും മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് 3 ജ്ഞാനികൾ, പണ്ഡിതന്മാർ യേശുവിനെ കാണാൻ വരുന്നുണ്ട്. അത് 3 പേരല്ല, 4 പേരുണ്ടായിരുന്നു എന്നും പറയുന്നു. അർത്തബാൻ കേട്ടിട്ടുണ്ടോ? അർത്തബാൻ എന്നൊരു കഥാപാത്രം കൂടെ ആ 3 ജ്ഞാനികളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അർത്തബാൻ ഒരു പണ്ഡിതനാണ്. ഒരുപാട് ദൂരെ, 150 മൈൽ ദൂരത്തുനിന്ന് വേണം വരാൻ. ഈ പുരോഹിതനും പണ്ഡിതനുമായ ഇദ്ദേഹം ഈ 3 മറ്റ് ജ്ഞാനികളോട്, രാജാക്കന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വരണോ? അപ്പം ഞാൻ കോഴിക്കോടിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ താമരശ്ശേരി വന്നേക്കാം, കോടഞ്ചേരിയിലുള്ളവർ നിങ്ങളും താമരശ്ശേരി വന്നേക്കാം, അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ചിട്ട് കോഴിക്കോടിന് പോകാമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഈ ആർത്തബാൻ എന്ത് ചെയ്തു? ആർത്തബാൻ മറ്റ് ജ്ഞാനികളോട് പറഞ്ഞു, ഞാൻ ബാബിലോണിൽ വന്നേക്കാം, നിങ്ങളും അവിടെ വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ ഈ ആർത്തബാൻ യേശുവിന് കൊടുക്കുന്നതിന് വേണ്ടി 3 രത്നങ്ങളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത്, ഒരു നക്ഷത്രം കാണണം, അതും ബൈബിളിൽ പറയുന്നുണ്ട് കേട്ടോ, ആ നക്ഷത്രം എന്താണെന്നൊക്കെ. ആ നക്ഷത്രം കണ്ട ഉടനെ കുതിരപ്പുറത്ത് യാത്രയായി ആർത്തബാൻ. പക്ഷേ പോരുന്ന വഴിക്ക് ആ വഴിയിൽ ഇതാ ഒരുത്തൻ അവശനായി വീണ് മരിക്കാറായി കിടക്കുന്നു. കൂടുതലൊന്നും ആലോചിച്ചില്ല. ഞാനൊക്കെയാണ് എന്തു ചെയ്യും? അവിടെ കിടക്കുന്ന കണ്ടാലും അയ്യോ എനിക്ക് പള്ളിയിൽ പോകേണ്ടതാണ് എന്നും പറഞ്ഞ് കാർ അടിച്ചു മിന്നിച്ചങ്ങ് പോകും, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഈ ആർത്തബാൻ നല്ല മനുഷ്യനായതുകൊണ്ട് അവിടെ നിർത്തി ആ പാവപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിച്ച് അവന് മരുന്നൊക്കെ വെച്ച് കെട്ടി സാവധാനം അവനെ ശാന്തനാക്കിയിട്ട് പോന്നു. പക്ഷേ ബാബിലോണിൽ എത്തിയപ്പോഴത്തേക്കും ഇവൻ വൈകിയതുകൊണ്ട് മറ്റ് ജ്ഞാനികൾ
അവിടെ ഒരു കത്തെഴുതി വെച്ചിട്ട് സ്ഥലം വിട്ടു. ഞങ്ങൾ പോവുകയാണ്, നിന്നെ കാത്തിരിക്കാൻ ഇനി നേരമില്ലെന്നും പറഞ്ഞു. ആർത്തബാൻ എന്നാലും പിൻവാങ്ങിയില്ല. വീണ്ടും അവിടുന്ന് യാത്രയാകുകയാണ് ആർത്തബാൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മരുഭൂമിയായി. മരുഭൂമി ആയതുകൊണ്ട് എന്തു ചെയ്യണം? ഈ ഒട്ടകത്തെ വിറ്റിട്ട്, കുതിരകളെ വിറ്റിട്ട് തൻ്റെ കയ്യിലുള്ള 3 സമ്മാനങ്ങളാട്ടെ, 3 പവിഴമുത്തുകളാണ്. ഒന്ന് വിറ്റിട്ട് ഈ കുതിരയെ ഒഴിവാക്കിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങി, ആഹാര സാധനങ്ങൾ വാങ്ങി മരുഭൂമിയിലൂടെ വേഗം യാത്രയാവുകയാണ് ആർത്തബാൻ. അങ്ങനെ ബെത്ലഹേമിൽ ചെന്നു. തന്നെ ചെല്ലുന്നത്, മറ്റവരൊക്കെ നേരത്തെ പോയില്ലേ. ബെത്ലഹേമിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടുന്ന് ഈശോയും യോസേപ്പിതാവും എല്ലാം കെട്ടും കിടക്കിയെടുത്ത് ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു. അവിടെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നോക്കുമ്പോഴാണ് ഒരു കുഞ്ഞിനെ കാലെ തൂക്കി പിടിച്ച് പട്ടാളക്കാർ കൊല്ലാൻ നോക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അതും ബൈബിളിലുണ്ട് കേട്ടോ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ആർത്തബാൻ തൻ്റെ കയ്യിലുള്ള അടുത്ത ആ മുത്തെടുത്ത് രത്നമെടുത്ത് പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ച് അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പം 2 രത്നവും തീർന്നു. പക്ഷെ ആർത്തബാൻ അന്വേഷണം നിർത്തിയില്ല. ഈശോയെ കണ്ടേ അടങ്ങും. ആർത്തബാൻ പിന്നെ അലയുകയാണ്. പക്ഷെ ആർത്തബാൻ യേശു എവിടെയുണ്ടെന്ന് നോക്കി ചെല്ലുമ്പോഴത്തേക്ക് യേശു അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ 33 വർഷം യേശുവിനെ തേടി നടക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഈശോയും കാത്ത് നടക്കുകയാണ്. അവസാനം ജെറുസലേമിൽ തിരിച്ചെത്തി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് കുറേ കൂട്ടർ ഇങ്ങനെ കൂട്ടമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയാവോ? ഗാഗുൽത്ത മലയിലേക്ക്. എന്താ ചോദിച്ചവൻ പറഞ്ഞു, അവിടെ ഇതാ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. പുൽക്കൂട്ടിൽ കിടന്ന ഈശോയെ കാണാൻ വന്നയാൾ നീ ഗാഗുൽത്തായിലെ കുരിശിൽ കിടക്കുന്ന ഈശോയെയാണ് കാണാൻ പോകുന്നത്. ആർത്തബാൻ വയസ്സായി. ഓടി തൻ്റെ കയ്യിലുള്ള അവസാനത്തെ ആ രത്നം കൊടുത്ത് പട്ടാളക്കാർക്ക് കൊടുത്ത് യേശുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടി. അങ്ങനെ ഓടിപ്പോകുന്ന വഴിക്കാണ് ഇതാ ഒരു പെൺകൊച്ച് കിടന്ന് കരയുന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കരയുകയാണ്. അമ്മയും കിടന്ന് കരയുകയാണ്. എന്തിനാണെന്നറിയാവോ? അന്ന് അടിമക്കച്ചവടമുണ്ട്. ഈ പെൺകുട്ടിയുടെ അപ്പൻ കൊടുത്ത കടം വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടിയെ വിൽക്കുകയാണ്. അതിനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് ചന്തയിൽ വിൽക്കാൻ പോവുകയാണ്. ഉടനെ ആർത്തബാന് വിഷമം. യേശുവിനെ രക്ഷിക്കാൻ ഈ നാണയം കൊണ്ട് പോകണോ അതോ ഈ കുട്ടിയെ രക്ഷിക്കണോ? ആർത്തബാൻ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് തൻ്റെ കയ്യിലിരുന്ന രത്നം കൊടുത്തിട്ട് ആ കുട്ടിയെ രക്ഷിച്ച് അമ്മയ്ക്ക് കൊടുത്തു. ഇനി കയ്യിൽ നാണയമൊന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾ ബൈബിളിൽ വായിക്കുന്ന പോലെ ഭൂമി കുലുങ്ങി, ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു, പാറകൾ പിളർന്നു. എല്ലാം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബൈബിൾ വായിക്കുന്നവർക്ക്. അങ്ങനെ ആർത്തബാൻ ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആണ് ഭൂമി കുലുങ്ങുന്നത്. ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ആർത്തബാനും പരിക്കേൽക്കുന്നു. ആർത്തബാൻ ആ പെൺകൊച്ചിൻ്റെ മടിയിൽ തലവെച്ച് അവിടെ കിടക്കുകയാണ്. തലവെച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ സ്വയം ബുദ്ധിമുട്ട് പറയുകയാണ്, അല്ല ദൈവമേ, നീ ജനിച്ച കാലം തൊട്ട് നിന്നെ ഞാൻ അന്വേഷിച്ച് നടന്നു. അവസാനം കാൽവരിയിൽ വെച്ചെങ്കിലും കാണാൻ വന്നിട്ട് എനിക്കിതാണല്ലോ അവസ്ഥ. ഞാനിത് അപകടം സംഭവിച്ച് മരിക്കാൻ പോകുന്നു. അപ്പോൾ ആർത്തബാൻ ഒരശരീരി കേട്ടു എന്നാണ് പറയുന്നത്. ഇല്ല, നീ എന്നെ കണ്ടു. അപ്പോൾ ആ അശരീരിക്ക് ഒരു മറുപടി കൊടുക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെയാണ് കേൾക്കുന്നത്. ആർത്തബാൻ പറയുകയാണ്, നിന്നെ ഞാൻ എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത്? നിനക്ക് ആഹാരം തന്നിട്ടൊന്നും ഞാൻ തന്നിട്ടില്ല. നിന്നെ എപ്പോഴാണ് ഞാൻ കാരാഗ്രഹത്തിൽ കണ്ടത്? നിന്നെ എപ്പോഴാണ് ഞാൻ വസ്ത്രമില്ലാത്തവനായി കണ്ട് വസ്ത്രം തന്നത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും സ്വർഗത്തിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്, ഇല്ല, നീ എന്നെ കണ്ടു. നീ ഈ ചെറിയവരിൽ ഒരുവന് ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതെല്ലാം ഞാനായിരുന്നു. ആർത്തബാൻ ആശ്വാസത്തോടെ തൻ്റെ കണ്ണുകൾ ആ പെൺകൊച്ചിൻ്റെ മടിയിൽ കിടന്നടച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ തരുന്ന ഈ സന്ദേശം ഇതേ എനിക്കുള്ളൂ. അതായത് ദൈവത്തെ തേടി ഇറങ്ങുന്നവർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചോണമെന്നില്ല. തൻ്റെ ചുറ്റിലുമുള്ള ഈ ചെറിയവരിൽ ഒരുവന് നന്മ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ദൈവം പറയുന്നു. അങ്ങനെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ആർത്തബാനും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അത് ഇതാണ് അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അനുജന് നന്മകൾ ചെയ്യുന്ന, അവനെ നന്മ കൊണ്ട് കാണുന്ന ഒരു ഹൃദയം ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സൂര്യൻ പോൽ മനസ്സിൽ തെളിഞ്ഞ ദീപം നീ, ഭാരിൽ പ്രകാശഗോപുരമായി പ്രഭ തൂകുന്നൊരു ജ്യോതിക്കേ. സൂര്യനുൾ മറഞ്ഞു പോയി നിറഞ്ഞു വെൺമേഘങ്ങൾ, സൂര്യനുൾ മറഞ്ഞു പോയി നിറഞ്ഞു വെൺമേഘങ്ങൾ. താമരപ്പൂവ് പോലൊരു കുഞ്ഞായി താഴെ ഇറങ്ങി വന്നു, താരാട്ടുപാടാം താലോലമാട്ടാം താരകങ്ങളെ. Christmas, Christmas, Merry Christmas. Buon Natale means Merry Christmas.
സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊന്നത്താലെ വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം, രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊന്നത്താലെ. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊന്നത്താലെ. Christmas, Christmas, Merry Christmas. പൊന്നത്താലെ means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊന്നത്താലെ വീണ്ടും വന്നിടുന്നു. Peace and joy come down on earth on Christmas Day. Love, peace and joy come down on earth on Christmas Day. കടലോളം കാരുണ്യം കരകവിയും ഉത്സവം പൊന്നത്താലെ. ജ്ഞാനത്തിൻ കതിരേകും സ്വർഗീയ നേരം പൊന്നത്താലെ. പുണ്യത്തിൻ പൂക്കാലം ദൈവത്തിൻ വരദാനം, പാവങ്ങൾക്കാശ്വാസം, എങ്ങെങ്ങും തുടിതാളം. ഇനി കണ്ണീരില്ല, കഥനങ്ങളില്ല, എങ്ങും സദ്വാർത്ത സന്തോഷം. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊന്നത്താലെ. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊന്നത്താലെ. Christmas, Christmas, Merry Christmas. പൊന്നത്താലെ means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊന്നത്താലെ വീണ്ടും വന്നിടുന്നു. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on one-horse open sleigh. Oh, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on one-horse open sleigh. പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം. സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിരന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിരന്നല്ലോ. പിന്നിൽ താരകൾ പുല്ലിൽ തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കട്ടയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാരിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ.
पिया मारागे ഊരാകെ ഉള്ളാകെ റവാനെ നേരാനെ പട്ടെ പമ്പൻ തഞ്ചി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പട്ടെ പമ്പൻ തഞ്ചി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ ബേത്ലഹേമിലെ ഉമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ കാലങ്ങളായിരം കാത്തൊരു പൈതൽ പരിന്റെ പാവങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ജനമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ കാലങ്ങളായിരം കാത്തൊരു പൈതൽ പാലിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ ഈ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ജനമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ മേലെ വാനിലെ മാലാഖമാർ ഈ മണ്ണിൽ വന്നു ഗാനം പാടുന്നു ഈ മണ്ണിലെ രാജാക്കളും ആടുകൾക്ക് ഇടയന്മാരും ഒരു മനമോടെ സ്വരമോടെ സ്തുതികൾ പാടുന്നു അതിലലിവോടെ താരങ്ങൾ പുഞ്ചിരി തൂകുന്നു കാലങ്ങളായിരം കാത്തൊരു പൈതൽ പാലിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ ഈ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ പൂന്തെന്നലും പുലർക്കാലവും പുതുപരിമളം തൂകിയല്ലോ കാട്ടരുവികളും പൂഞ്ചോലകളും എന്നും ഉന്നതനെ വാഴ്ത്തിടുന്നു ഇരുളാകെ മാറ്റുന്ന പൊന്നിൻ പൂവട്ടം എന്നുള്ളിൽ നിറയുമ്പോൾ ശാന്തി പരക്കുന്നു കാലങ്ങളായിരം കാത്തൊരു പൈതൽ പാലിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ ഈ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ജനമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ ജനമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിലും നീശോ പിറന്നുവല്ലോ
കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിളക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിളക്കുമെന്ന് ആകാശവീതിയിൽ സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ Jingle bell, jingle bell, jingle bell rock. A jingle bell swing and jingle bells ring. Dancing and prancing in Jingle Bell Square. In the frosty air, what a bright time. It's the right time to rock the night away. Jingle bell time is a swell time to go gliding in a one-horse sleigh. 잘도 좋고 현시자가 Christmas Eve. Feliz Navidad, Feliz Navidad. I can feel the evil coming, but Felix never bad. 오늘 특별한 날 그 누구도 훔칠 수 없어 그림자들이 날 덮쳐. Let me sing a Christmas song. Feliz Navidad. Feliz Navidad. Have you, baby? I want you to know that I'm never leaving, 'cause I miss the snow till death will be freezing. Yeah, you are my home for all seasons. So come on, let's go. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ സി ബി മാനുവൽ, ചീഫ് ഗസ്റ്റ് വിജോയ് തോമസ് സാർ, ബിനീഷ് അച്ച, ടീച്ചേഴ്സ്, പ്രിയ കൂട്ടുകാരെ, ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സി ബി അച്ഛൻ്റെ പ്ലാനിങ്ങാണ് ഈ പരിപാടി മനോഹരമായി തീരാൻ കാരണമായത്. അച്ഛന് നമ്മളെല്ലാവരും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മളോടൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്ന വിജോയ് സാറിനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി മനോഹരമായി തീർക്കാൻ ഇന്നലെ മുതൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാനി മിസ്സിനും നന്ദി അറിയിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നീതി മിസ്. പ്രയർ ഡാൻസിന് ഇവരുടെ കൂടെ ഡാൻസ് കളിച്ചായിരുന്നു. മിസ്സിനും നന്ദി അറിയിക്കുന്നു. എല്ലാ കാര്യത്തിനും ഇവരോടൊപ്പം സഹായിക്കാൻ കൂടിച്ചേർന്ന ടീച്ചേഴ്സിനും ഇവിടെ പ്രോഗ്രാംസ് അവതരിപ്പിച്ചവർക്കും ഈ പരിപാടി മനോഹരമായി തീർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവ്വലോകർക്കും നന്മയേകും